സെൻ എസ്റ്റിലെയാണ്. LXI വണ്ടിയാണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. മഹേന്ദ്ര വെരിറ്റ ആണ്. ഡീസൽ വണ്ടിയാണ്. 2000. അപ്പോൾ അടുത്ത വണ്ടി നമ്മുടെ റെയർ വണ്ടിയാണ്, ലാൻസർ. റെയർ വണ്ടിയാണ്, ലാൻസർ ആണ്. ആൾക്കാർ തപ്പി നടക്കുന്ന റെയർ കളറുമാണ്. നിസാൻ സണ്ണി അല്ലേ? അടുത്ത വണ്ടി നിസാൻ സണ്ണിയാണ്. 2012 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ JD കാർ പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ജേതാസേട്ടാ നമ്മൾ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ 5 വർഷം ആകുമ്പോഴത്തേക്കും വീണ്ടും എന്നൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ. അതെ, നമ്മൾ ഈ ഓണത്തിന് ചെയ്തതുപോലെ ഇപ്പോൾ നമ്മൾ 200ഓളം പാവപ്പെട്ട നിർധരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുത്തു. അത് ആരുടെയൊന്നും മേടിച്ചിട്ടല്ല, എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ ചെയ്തതാണ്. പിന്നെ ഇനി അടുത്ത് നമ്മുടെ ഷോറൂമിൻ്റെ 5ാം വാർഷികം വരുന്ന സമയത്ത് 2026 5ാം വാർഷികം വരുന്ന സമയത്ത് ഏതാണ്ട് 5 ലക്ഷം രൂപയോളം പാവപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ച് അവർക്ക് ഉള്ള ആഹാരം, വസ്ത്രം എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിറവേറ്റും. ഈശ്വരൻ സഹായിക്കട്ടെ. എന്താ പറയുക, ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ശരി, ഇതിൻ്റെ ലൊക്കേഷൻ പറയാം. തിരുവനന്തപുരം പള്ളിച്ചൽ പെരിങ്ങമല. ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ പള്ളിച്ചൽ പെരിങ്ങമല ആണ് സ്ഥലം. മങ്ങാനൂർ വിഴിഞ്ഞം പോകുന്ന റോഡ്. പെരിങ്ങമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു 3/4 കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടേതായ ബോർഡ് കാണുന്നു, JD കാർ പാർക്ക്. JD കാർ പാർക്ക്, അതാണ് സ്ഥലം. ഓക്കെ, പള്ളിച്ചൽ പെരിങ്ങമലയാണ്. കാര്യം മറ്റൊരു പെരിങ്ങമല ഉണ്ട്. അപ്പം ശരി, അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ടവേരയാണ്. 2006 12ാം മാസം വണ്ടിയാണ്. പേപ്പർ 2027 എന്ന് പറയാം. 30/12/2026 വരെ ഉണ്ട്. ഒരു ദിവസത്തെ വ്യത്യാസം 27-ന്. അതും പറഞ്ഞ പോലെ ഒരു ദിവസം. അതെ, അതുവരെ പേപ്പറുണ്ട്. അടുത്ത വർഷം 3ാം മാസം വരെ ഇൻഷുറൻസും ഉണ്ട്. ഓക്കെ. വണ്ടി ഇന്റീരിയറിൽ കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ സീറ്റുകളൊക്കെ വൃത്തിയുണ്ട്. പഴയ വണ്ടികളാകുമ്പോൾ പഴയ വണ്ടിയിൽ അതിൻ്റെതായ ക്വാളിറ്റി ഉള്ളൂ. പ്രതീക്ഷ മതി. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ വണ്ടിയും ഹൈ എന്ന് പറയില്ല. ആവറേജ് വണ്ടി തന്നെയാണ്. അതിൻ്റെതായ ക്വാളിറ്റിയുള്ള, അതിൻ്റെതായ വിലയും ചോദിക്കുന്നുള്ളൂ. വേറെ പഴയ വണ്ടി സ്കൂൾ ട്രിപ്പ് അടിക്കാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. AC ഒക്കെ ഉള്ള വണ്ടിയാണോ? AC ഉള്ള വണ്ടി അല്ല, AC വർക്കല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് വില? ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ നമുക്ക് 85,000 രൂപ കൊടുക്കും. 85,000 രൂപ കൊടുക്കും. 85,000 രൂപ കൊടുക്കും. 80 രൂപ കിട്ടും. പക്ഷേ വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവറേജ് കാഴ്ചക്കുള്ള കാണുന്ന വൃത്തി. AC വർക്കല്ല. ടയറെല്ലാം ഇതൊക്കെ പുതിയ ടയറാണ് കിടക്കുന്നത്. ടയറൊക്കെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബോഡിയും കാഴ്ചയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. ചെറിയ ഒരു പാച്ച് വർക്ക് പോലെയൊക്കെയുള്ള ചെറിയ പ്രോബ്ലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ വിലയിൽ ചോദിക്കുന്നുള്ളൂ. 27 വരെ പേപ്പറുണ്ട്. ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇൻഷുറൻസ് അടുത്ത വർഷം 3ാം മാസം ലാസ്റ്റ് വരെ ഇൻഷുറൻസ് ഉണ്ട്. 85,000 രൂപയ്ക്ക് കൊടുക്കാം. ശരി, അടുത്തോണ്ട്. ഓക്കെ. അതുകൊണ്ട് സ്വിഫ്റ്റ് VXI ആണ്, പെട്രോൾ VXI ആണ്. 2006 വണ്ടിയാണ്. ടയറൊക്കെ നല്ല കണ്ടീഷനാണ്. അതെ, ടയർ 4 ടയർ 4 പുതിയ ടയറാണ്. ബാക്ക് 2 ആവറേജ് ആണ്, ഫ്രണ്ട് 2 പുതിയതാണ്. ബാക്ക് ആ സൈഡ് അല്ല, ഈ ടയർ മാത്രമേ മോശമുള്ളൂ, ബാക്കി 3 ടയറും കൊള്ളാം. 3 ടയർ പുതിയ ടയറാണ്. VXI ആണ് വണ്ടി. സ്വിഫ്റ്റ് ബ്ലാക്ക് കളർ. മോഡൽ, ഓണർഷിപ്പ്, കിലോമീറ്റർ. മോഡൽ 2006 വണ്ടിയാണ്. 2026 വരെ പേപ്പറെല്ലാം ഓക്കെയാണ്. 26 7ാം മാസം വരെ ഉണ്ട്. ഇൻഷുറൻസ് 2025 2ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഇത് VXI അല്ലേ? അതെ, VXI. ഓർഡർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതെ. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വണ്ടി കണ്ടീഷൻ ആണല്ലോ? വണ്ടി കണ്ടീഷനാണ്. AC വർക്കിംഗ് ആണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ ബോഡി ചെറിയ ഒരു സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഒന്നാമത്തെ കാര്യം, വർക്ക്ഷോപ്പുകളിൽ വണ്ടി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പം ഇനി ഒരു 7-8 വണ്ടി കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് അത് വന്ന അതേ കണ്ടീഷനിൽ കിടക്കുന്നത്. മേളിൽ ചെറിയ പൊരിച്ചിലുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാം. ടച്ചപ്പ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വില? അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 1,40,000. ഓക്കെ. ഇത് നെഗോഷ്യബിൾ ആണോ? നോക്കല്ലേ, എന്തെങ്കിലും വരട്ടെ, ചെയ്യാം. ലോൺ കയറില്ലല്ലോ? ലോണ് 2006 കയറത്തില്ല. ഇല്ല. ഇൻഡിക്ക വിസ്റ്റയാണ്. 2000 TDI എഞ്ചിനാണല്ലേ? TDI ആണ്. കഴിഞ്ഞ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ കോട്ടറജറ്റ് അല്ല, TDI എഞ്ചിനാണ്. ബോഡി ക്വാളിറ്റിക്ക് ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. റെഡ് കളർ. ഓക്കെ. ഇന്റീരിയൽ ഈ കാണുന്ന വൃത്തിയുണ്ട്. എടാ, മോഡലൊക്കെ ഏതാണ് ഇതിന്റെ? മോഡൽ 2010 ആണ്. 2025 3ാം മാസം വരെ പേപ്പറുണ്ട്. ഡീസലാണ്? ഡീസൽ. അതെ, ഡീസൽ. TDI ആണ്. ഡീസലാണ്. അപ്പം ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട്. വണ്ടി മൊത്തത്തിൽ ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ടല്ലേ? മാറ്റിയിട്ടേക്കുന്നതുകൊണ്ട് ചെറിയൊരു പ്രശ്നം മാത്രമേ. 2010 വണ്ടി നമ്മൾ അതിന്റെ വിലയെ ചോദിക്കുന്നുള്ളൂ.
TDI വണ്ടി മൈലേജ് കിട്ടും, പക്ഷേ 10-20 മൈലേജ് കിട്ടും. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ചേട്ടാ? എഞ്ചിൻ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. AC വർക്ക് ചെയ്യുന്നുണ്ട്? AC എല്ലാം വർക്ക് തന്നെയാണ്. ടാറ്റ ഇൻഡിക്ക നോക്കാം. ഇൻഡിക്ക നോക്കാം. ഇൻഡിക്ക വിസ്റ്റയാണ് 2010 മോഡലുണ്ട്. പിന്നെ അടുത്ത വർഷം 3-ാം മാസം റിട്ടസ്റ്റ് വരുന്നുണ്ട്. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് പേരലാക്കി കൊടുക്കും. എങ്ങനെയാണ്? 65 രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് പേരലാക്കി കൊടുക്കും. 65,000 രൂപയ്ക്ക്. കാരണം അത് ഒരു വലിയ വിലയല്ല. 2010 വണ്ടിയാണ്. 10 വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ടാറ്റ നാനോ 2011 വണ്ടി. 2011 വണ്ടി 2026 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ. 26 പേപ്പർ ഉണ്ട്. ബോഡി ക്വാളിറ്റി ഒക്കെ ആവറേജേ ഉള്ളൂ. വണ്ടി സർവീസ് ചെയ്യണം. ഇവിടെ ഈ ഭാഗത്തായോണ്ട് വണ്ടി കഴുകാൻ പറ്റുന്നില്ല. റോഡിന്റെ അപ്പുറം അല്ലേ, കഴിയിട്ട് പെട്ടെന്ന് പൊടി അടിക്കും അല്ലേ? കൊടുക്കുമ്പോൾ സർവീസ് ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി അല്ലേ? അതെ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? വില നിസ്സാര വിലയല്ലേ ഉള്ളൂ. എഞ്ചിൻ ഭാഗങ്ങളെല്ലാം ഓക്കെ, മറ്റേ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി 40,000 രൂപയ്ക്ക് കൊടുക്കാം. 40,000 രൂപയ്ക്ക് കൊടുക്കാം. ടാറ്റ നാനോ 40,000 കൊടുക്കാം. ടാറ്റ നാനോ 2026 വരെ പേപ്പറുണ്ട്. നിലവിൽ ഇൻഷുറൻസും ഉണ്ട്. ഇല്ലെങ്കിൽ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി നമ്മുടെ റെയർ വണ്ടിയാണ്, ലാൻസർ. റെയർ വണ്ടിയാണ്, ലാൻസർ ആണ്. ആൾക്കാർ തപ്പി നടക്കുന്ന വണ്ടി. റെയർ കളറുമാണ്. ആൾക്കാർ തപ്പെടുക്കുന്ന വണ്ടിയാണ്. അതെ. റെയർ കളറുമാണ്. പിന്നെ വണ്ടി മോഡൽ എന്ന് പറയുമ്പം 99 വണ്ടി മോഡൽ വരുന്നത്. 2025 12-ാം മാസം വരെ പേപ്പറുണ്ട്. ഓക്കെ. ഇൻഷുറൻസ് അടുത്ത വർഷം 2025 വരെ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. വണ്ടിയുടെ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീലാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം ഉള്ളതാണ്. ഡീസൽ വണ്ടിയല്ലേ ഏട്ടാ? ഡീസൽ വണ്ടി. അതെ, ഡീസൽ വണ്ടി. ഇന്ത്യയിലൊക്കെ കാണാം. ലാൻസ് ഒരുപാട് പേര് നോക്കി നടക്കുന്നുണ്ട്. അതെ. AC ഒക്കെ വർക്ക് ചെയ്യാണോ? AC വർക്കിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. 4 പവർ വിൻഡോ, അപ്പോൾസറി ഒക്കെ കണ്ടല്ലോ, വണ്ടി കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ലാൻസർ നോക്കുന്നവർക്ക് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടി കുഴപ്പമില്ല അല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, എഞ്ചിൻ എല്ലാം പക്കയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. AC വർക്കിംഗ് ആണ്. എല്ലാം നമ്മൾ നോക്കി ചെക്ക് ചെയ്താൽ എടുത്ത. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് വില വരുന്നത്? ഇതിന്റെ വില എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പിൽ ചോദിക്കുന്നത് കൂടുതലാണ്. നമ്മുടെ യൂട്യൂബ് വില എന്ന് പറയുന്നത് 90,000 രൂപയ്ക്ക് കൊടുക്കും. 90,000 രൂപയ്ക്ക് കൊടുക്കും. ഷോപ്പിൽ വരുമ്പോൾ വില കൂടുതലായിരിക്കും, പക്ഷേ നോക്കണ്ട, നമ്മളെ യൂട്യൂബ് വീഡിയോ കണ്ടു വില കുറച്ച്. അത് വരുന്നവർ പറഞ്ഞാൽ യൂട്യൂബ് കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയണം. അവർക്ക് ഒരു പ്രത്യേക ഓഫർ ഉണ്ട്. ഓഫറാണ്. 90,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. അടുത്ത വർഷം വരെ ഇൻഷുറൻസ് കൊണ്ട് വണ്ടിയെല്ലാം ഓക്കെയാണ്. 90,000 രൂപയ്ക്ക് അവർ പേരലാക്കി കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800. അടുത്ത വണ്ടി മാരുതി 800 ആണ്. MBFI വണ്ടിയാണ്. AC ഉള്ള വണ്ടിയാണ്. MBFI AC ആണ്. MBFI AC ആണ്. മോഡൽ ഓണർ സെക്കൻഡ് ഓണറാണ്. അല്ല, മോഡൽ 2006 വണ്ടി. 26 വരെ പേപ്പറുണ്ട്. 2006 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 26 വരെ പേപ്പറുണ്ട്. ഇന്ത്യയിൽ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. വണ്ടി AC വർക്ക് തന്നെ. 2006 വണ്ടി. പേപ്പർ എത്ര വരും? പേപ്പർ 26 വരെ പേപ്പറുണ്ട്. ഓക്കെ. വേറെ എഞ്ചിൻ കണ്ടീഷൻ ഇല്ല, എഞ്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. കാണുന്നല്ലോ, AC വരെ ഉള്ളതാണ്. നല്ല വൃത്തിയുണ്ട്. 60,000 രൂപയ്ക്ക് കൊടുക്കാം. 60,000 രൂപ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത വണ്ടി അടുത്ത വണ്ടി സെൻ എസ്റ്റിലെയാണ്. LXI വണ്ടിയാണ്. 2011 വണ്ടിയാണ്. 2026 വരെ പേപ്പറുണ്ട്. 2011 വണ്ടി, 26 വരെ പേപ്പറുണ്ട്. LXI. ബമ്പറൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ബോഡി സ്ക്രാച്ചസ് ഉണ്ട് അവിടെയൊക്കെ ആയിട്ട്. വലിയ ഡെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഓക്കെയാണ്. AC പവർ സ്റ്റിയറിംഗ് ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായിട്ടാ? AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരും. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് എന്ന് പറയുമ്പം സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സീറ്റ് വർക്ക് നീറ്റാണ്. അതിനുള്ള ക്വാളിറ്റി 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. സോണിയുടെ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അല്ല, കെൻവുഡിൻ്റെ സിസ്റ്റം വെച്ചിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അല്ല, വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ചെറിയൊരു ഈ കളർ എങ്ങനെയാണോ അത് മങ്ങലാണോ? കളർ ഈ ഷെയ്ഡ് വരുന്നതാണ്. അതെ. എങ്ങനെയാണ് വില? ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ 1,25 ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും. 1,25. 1,25 അല്ല, 1,20 കൊടുത്തേക്കാം. 1,20 ഇൻഷുറൻസ് എടുത്ത് പേരിലാക്കി കൊടുക്കാം. 2011 വണ്ടിയാണ്. അപ്പം പേപ്പർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഷോപ്പിൽ നമ്മൾ കൂട്ടിയാൽ ചോദിക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വണ്ടി കണ്ടീഷൻ ആണ്. വണ്ടി കണ്ടീഷനാണ് പക്ക. മറ്റു പ്രോബ്ലങ്ങളൊന്നുമില്ല. ശരിയായിട്ടുണ്ട്. ഓക്കെ. ലോൺ കയറൂട്ടോ 15 ലോണ് നമ്മളിതിന് വേണ്ടി ചോദിച്ചില്ല. ചിലപ്പോൾ ഇവര് പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ഒരു 75 രൂപ വരെ കയറാം. നിർത്തിയ വണ്ടി വണ്ടിയാണ്ട് പാടാണ്. 50 തൊട്ട് 75 രൂപ വരെ കയറാം. അത് ലോൺ ഇടുന്നേക്കാളും നല്ലത് മറ്റെന്തെങ്കിലും ചെയ്ത് എടുക്കുന്നത്. ശരി, എടുത്തോണ്ട്. സ്വിഫ്റ്റ് ആണ്. VDI ആണ്.
2014 വണ്ടിയാണ്. 2014 സ്വിഫ്റ്റ് ഡീസൽ വണ്ടി അല്ലേ? അതെ, ഡീസൽ വണ്ടി, സെക്കൻഡ് ഓണർ. 2014 വണ്ടി, 2014 വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ? ബോഡി ക്വാളിറ്റി എല്ലാം ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? എന്തോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് അതും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇന്റീരിയൽ നീറ്റാണ്, സീറ്റ് കവർ ഗുഡാണ്. വണ്ടി കണ്ടീഷൻ വീഡിയോ ആകുമ്പോൾ 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. കിലോമീറ്റർ വണ്ടിയുടെ? കിലോമീറ്റർ 97ഓളം ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ? ഏതോ മേജർ കഴിഞ്ഞില്ലല്ലോ? 1 ലക്ഷം? ഇല്ല 96, 97-നകത്തുള്ള കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ശരി, അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം? അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 370 വില വരുന്നത്. അതിൽ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് 370 അവരുടെ പേരിലാക്കി വണ്ടി കൊടുക്കും. അപ്പോൾ ഇത് ലോൺ എത്ര കയറും? ലോൺ 3 ലക്ഷം രൂപ ലോൺ കയറും. ID വാല്യൂ ഉണ്ടല്ലേ? 3 ലക്ഷം ID വാല്യൂ ഉണ്ട്. 3 ലക്ഷം രൂപ IDB ഉണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. അടുത്ത ഇൻഷുറൻസ് 3 ലക്ഷം രൂപ IDB കിട്ടും. ശരി, അപ്പോൾ അടുത്ത വണ്ടി നിസാൻ സണ്ണി അല്ലേ? അടുത്ത വണ്ടി നിസാൻ സണ്ണിയാണ്. 2012 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. 2027 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. നിസാൻ സണ്ണി സിംഗിൾ ഓണർ വണ്ടി ബോഡി ക്വാളിറ്റിക്ക് കൊള്ളാം. ചേട്ടാ മോഡൽ ഏതൊക്കെയാണ്? എന്തോ മോഡൽ 2012. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ 90 റേഞ്ചിന് അടുപ്പിച്ചായിട്ടുണ്ട്. 85-നും 90-നും ഇടയ്ക്കായിരിക്കാം. ഓക്കെ. നിസാൻ സണ്ണിയുടെ സ്പേസ് ഭയങ്കരമുണ്ട്. ഭയങ്കര സ്പേസ് അല്ലേ? ഡിക്കി സ്പേസും അങ്ങനെയാണ്. ഓക്കെ. വണ്ടി വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, ഓട്ടോമാറ്റിക് AC എല്ലാം വരുന്നുണ്ടല്ലേ? എല്ലാം വരുന്നുണ്ട്. അതെ. നിസാൻ സണ്ണി സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഗ്ലാസ് റീപ്ലേസ്? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല? ഇല്ല. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് വില വരുന്നത്? ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 238 വില വരും. നമ്മൾ ഷോപ്പിൽ മാറ്റിയാ ചോദിക്കുന്ന 238 വില വരും. ഓക്കെ. ലോൺ കയറുമോ? ലോൺ കയറും. 2 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ലോൺ കയറുമല്ലോ? ശരി, അടുത്തോണ്ട്. ഓക്കെ. അടുത്ത വണ്ടി ഓൾട്ടോ? അടുത്ത വണ്ടി ഓൾട്ടോ LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. ഓക്കെ. മോഡൽ 2012 11 പറയാം. 2011 ഡിസംബർ 31 വണ്ടി. അതെ, ഒരു ദിവസം ആയെങ്കിൽ 2012 എന്ന് പറയാം. 2011 ഡിസംബർ 31. ഓക്കെ. വണ്ടി ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണറാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ കറക്റ്റ് പിടിയില്ല, എങ്കിലും ഒരു 80 റേഞ്ച്, 90-നകത്തുള്ള റേഞ്ച് വരും. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്. AC വർക്കിംഗ് തന്നെ. വേറെ പ്രശ്നങ്ങളൊന്നും? 2011 വണ്ടിയുടെ കൂട്ടായില്ല തൽക്കാലം? 2011. അതെ, ഡിസംബർ 31. ഒരു ദിവസം കഴിഞ്ഞെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞെങ്കിൽ 12 എന്ന് പറയാം. ടയർ കണ്ടീഷൻ കൂട്ട ആവറേജ് കണ്ടീഷൻ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണ്? എഞ്ചിനെല്ലാം പക്കയാണ്. അപ്പോൾ എങ്ങനെ വില വരുന്നത്? ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 1,40,000. ഓക്കെ. ഫിനാൻസ് കയറൂലേ? ഫിനാൻസ് കയറും. 1.25 രൂപ വരെ ഫിനാൻസ് കിട്ടും മാക്സിമം. വേറെ കുറച്ചും വണ്ടി കണ്ടീഷൻ ആണല്ലോ? വണ്ടി കണ്ടീഷൻ തന്നെ ഓക്കെയാണ്. ഒരു രൂപ മസ്റ്റാണ് ഫിനാൻസ്. പിന്നെ ചിലപ്പോൾ ഒരു 10-25 രൂപയുടെ കിട്ടും. അവരുടെ പ്രൊഫൈലെല്ലാം ഓക്കെ ആണെങ്കിൽ 1.25 വരെ ലോൺ കിട്ടും. ശരി. വെരിറ്റോ? മഹേന്ദ്ര വെരിറ്റോ ആണ്. ഡീസൽ വണ്ടിയാണ്. 2012 വണ്ടിയാണ്. 2027 11-ാം മാസം വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ടയർ കണ്ടീഷൻ ഗുഡാണ്. ഏകദേശം 70% ടയർ ഉണ്ട്. ബോഡി ക്വാളിറ്റി ആവറേജ് ഉണ്ട്. ടയർ കണ്ടീഷൻ ഇതൊക്കെ ഉണ്ട്. അതെ, 70% മേളിലുണ്ട്. ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്കും സീറ്റ് വർക്ക് നീറ്റാണ്. പക്ഷേ ഡ്രൈവർ സീറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് പവർ വിൻഡോ വരുന്നുണ്ടോ? ഇല്ലല്ലോ? ഇല്ല, പവർ വിൻഡോ ഇല്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. ഡീസൽ വണ്ടി. ഇത് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായിട്ടാ? ഓണർഷിപ്പ് 3 ഓണർഷിപ്പായി. കിലോമീറ്റർ 86,000 കിലോമീറ്റർ ആയി. നിലവിൽ എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ? എഞ്ചിൻ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. ഈ വണ്ടി നല്ല മൈലേജ് ഇല്ലേ? 20 നല്ല മൈലേജ് ഉണ്ട്. ഡീസൽ വണ്ടിയല്ലേ? പിന്നെ ബാറ്ററി ആയിരിക്കുന്ന പുതിയ ബാറ്ററിയാണ്. വണ്ടി കുഴപ്പമില്ല? വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ റേഞ്ച് വരുന്നത് അത് പാർക്കിങ്ങിന് വന്ന വണ്ടിയാണ്. അവർ 1,40,000 രൂപയാണ് ആവശ്യപ്പെടുന്ന വില. 1.40 ചോദിക്കുന്നുണ്ട്. 1.40 നെഗോഷ്യബിൾ ആയിരിക്കും. 1.40 കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറയ്ക്കും. ലോൺ കയറുമോ? ലോൺ വരട്ടെ. മഹേന്ദ്രയുടെ വരട്ടെ അല്ലേ? കമ്പനി നിർത്തിയ സാധനമല്ലേ, അതുകൊണ്ട് ലോൺ കിട്ടത്തില്ല. ശരി, അടുത്തോണ്ട്
അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡീസൽ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് VDI, അതെ ഡീസലാണ്. ഏതാ മോഡല്? VDI ആണ്. 2007 മോഡൽ വരുന്നത്. 2007 വണ്ടി. അതെ 2007 ലാസ്റ്റ് ആണ്. 2027 11 മാസം വരെ പേപ്പറുണ്ട്. ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ടല്ലേ? ആ ഡ്യുവൽ ടോൺ കളർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, VDI വണ്ടി. ഇത് ബ്ലാക്ക് കളറാണ്, പക്ഷേ ബോഡി ക്വാളിറ്റി ആവറേജ് ആണ് കേട്ടോ. അപ്പോൾ അത് പഴയ വണ്ടിയാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ഉണ്ടാവില്ല കേട്ടോ. അതെ ഓക്കെ. ഇന്ത്യയിൽ കണ്ടീഷനൊക്കെ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പൈനിയറിൻ്റെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ചേട്ടാ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ ഓക്കെയാണ്, മറ്റ് പ്രോബ്ലങ്ങളൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ വില? ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ 1,35,000 വരും. 135. 135. പഴയ വണ്ടി അതിൻ്റെതായ ഒരു അതിൻ്റെതായതുകൊണ്ട് നമ്മളെല്ലാം പെർഫെക്റ്റ് അല്ലല്ലോ. പഴയ വണ്ടി അതനുസരിച്ചുള്ള വിലയുണ്ട്, അത് അതിൻ്റെതായ കണ്ടീഷൻ ആയിരിക്കും. AC വർക്ക് ചെയ്യുന്നുണ്ട്. AC വർക്ക് ചെയ്യുന്നത്, AC വർക്ക് 4 പവർ വിൻഡോ എല്ലാം ഓക്കെ തന്നെ, സെറ്റ് സിസ്റ്റം എല്ലാം ഓക്കെ തന്നെ, എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. കാണാൻ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പുറത്തുള്ളതൊക്കെ ഒന്ന് ബ്ലാക്ക് വണ്ടിയും കൂടെ ഒക്കെ അല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറച്ചി നിൽക്കും. അതാണ് ജേസയുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളെ എന്തായാലും എന്താ പറയുക, നിങ്ങളുടെ സൽപ്രവർത്തിക്കിട്ട് വീണ്ടും ഞാൻ ഭാവുകങ്ങളൊക്കെ നേരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കുറേ വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, സാധാരണക്കാരുടെ വണ്ടികൾ. അതെ ശരി, ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. നമ്മളും എല്ലാം വീഡിയോ കാണുന്നവർക്കും എൻ്റേതായ എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു. ശരി, ഓക്കെ.